വഖഫ് ബില്ലിനെ പൊതുവിൽ എതിർക്കുമെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ജോസ് കെ മാണി. എന്നാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നത് സ്വാഗതാർഹമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. അതിനെ ഒപ്പോസ് ചെയ്യേണ്ട ക്ലോസുകളുണ്ട്. അതിനകത്ത് ഓവറോൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്, അതിനെ ഒപ്പോസ് ചെയ്യും. പക്ഷെ ഒരു കോർട്ട് ഓഫ് ലോയിലേക്ക് നമുക്ക് ട്രൈബ്യൂണലിൽ നിന്നായിരുന്നു അവര് പരമാധികാരം ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം, ഭരണഘടന അനുസരിച്ച് നമുക്കൊരു കോർട്ട് ഓഫ് ലോയിൽ പോകാനുള്ള അധികാരം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ഏറ്റവും പ്രധാനം കേരള സംസ്ഥാനത്ത് മുനമ്പത്തിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷെ ഇത് പറയുമ്പോഴും അത് ക്ലോസ് 20-35 ആണ്. പക്ഷെ ഇത് പറയുമ്പോഴും 9-11 നമുക്കറിയാം ഇന്ന് അവരുടെ ഈ പറയുന്ന ബോർഡിലും അതുപോലെ തന്നെ കൗൺസിലും മുസ്ലിം അല്ലാത്ത വ്യക്തികളെ കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യോജിച്ചതല്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് മൈനോറിറ്റിയുടെ റൈറ്റിലേക്ക് കയറി അത് കവർന്നെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ ഒപ്പോസ് ചെയ്യും, എന്നൊന്നും സംശയമില്ല. പക്ഷെ ഇത് പറയുമ്പോഴും നമുക്ക് ഈ പറയുന്ന തീരുമാനങ്ങൾ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരുന്നില്ല എന്ന് പറയുകയും അത് എത്രമാത്രം നമുക്ക് ഇപ്പോൾ വന്ന അമെൻമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ ഉയർത്തും. അനൂപ് ദാസ് കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. അനൂപ് ദാസ്, രണ്ടു കാര്യങ്ങളും കൂടി ഒരുമിച്ച് എങ്ങനെയാണ് നടക്കുക? അതായത് വഖഫ് ബില്ലിനെ പൊതുവിൽ എതിർക്കുകയും ചെയ്യും, എന്നാൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ സ്വാഗതാർഹമാണ്, അത് സ്വാഗതം ചെയ്യുകയും ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. മോത്തി, ഈ ബില്ലിനെ ആകെ സ്വാഗതം ചെയ്യുകയല്ല ചെയ്യുന്നത്. ബില്ലിലെ ചില ക്ലോസുകളാണ്, ചില ഭാഗം, ഒരു ഭാഗം ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും മറ്റും ട്രിബ്യൂണലിന് മുന്നിലായിരുന്നു നേരത്തെ പരിഗണിച്ചുകൊണ്ടിരുന്നത്. അത് കോടതിയിലേക്ക് മാറുന്നത് ഗുണമാണ്. പ്രത്യേകിച്ച് മുനമ്പത്തിലെ വിഷയം പരിഹരിക്കാൻ അത് സഹായിക്കുമെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. അതേസമയം തന്നെ വഖഫ് ബോർഡുകളിലും ഒപ്പം തന്നെ വഖഫ് കൗൺസിലുകളിലും അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന ജോസ് കെ മാണി അതേസമയം തന്നെ ബില്ലിനെ പൊതുവിൽ എതിർക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ജോസ് കെ മാണിയുടെ അഭിപ്രായമാണ് പങ്കുവച്ചത്.